നമസ്കാരം. അപ്പോൾ ഇന്നലെ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നു, എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. ഇന്നലെ എക്സിക്യൂട്ടീവ് യോഗം നടന്നു. കറക്റ്റ് 10 മണിക്ക് തന്നെ എക്സിക്യൂട്ടീവ് യോഗം ആരംഭിക്കുന്നത്. പല സമയങ്ങളിലായാണ് ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നത്. പല സമയങ്ങളിലായി വരുന്നുണ്ട്. ശ്വേതാ മേനോൻ്റെ വരവൊക്കെ ഭയങ്കര രസമായിരുന്നു മൊത്തത്തിൽ പറയാനുണ്ട്. മാസ്കൊക്കെ വെച്ച് വളരെ മറച്ച് ഇങ്ങനെ വരുന്ന രീതിക്കൊക്കെ അവിടെ ഉണ്ടായിരുന്ന മീഡിയാസൊക്കെ നമ്മുടെ ക്യാമറയിലൊക്കെ പതിഞ്ഞത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഓരോ ആളുകളായിട്ട് വരുന്നു, ഒരുമിച്ച് വരുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എക്സിക്യൂട്ടീവ് യോഗം 10 മണിക്ക് തുടങ്ങുമെന്ന് വെച്ചാൽ, പക്ഷേ എനിക്ക് തോന്നുന്നു 11:30 ആയി കാണും തുടങ്ങുമ്പോൾ. കാരണം അത്രയും വൈകിയൊക്കെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. 17 പേരിൽ 16 പേരും പങ്കെടുത്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. വിനു മോഹൻ മാത്രം പങ്കെടുത്തില്ല. അദ്ദേഹം വേറെ എന്തെങ്കിലും തിരക്കിലായിരിക്കും. അദ്ദേഹം മാത്രം പങ്കെടുത്തില്ല. കുടുംബസംഗമത്തിന് ശേഷം രണ്ടാമത്തെ എക്സിക്യൂട്ടീവ് യോഗം. ആദ്യത്തെ എക്സിക്യൂട്ടീവ് യോഗം ഓൺലൈനായിട്ട് കൂടി. അന്നും ലക്ഷ്മിപ്രിയയുടെ ഓഡിയോ ചോർന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച തന്നെയായിരുന്നു. അന്നൊരു കമ്മിറ്റിയെ രൂപീകരിച്ചു. കമ്മിറ്റിയിൽ നിന്ന് ആളുകളൊക്കെ നിയോഗിച്ചിരുന്നു. അന്നും ലക്ഷ്മിപ്രിയെ പുറത്താക്കണമെന്നുള്ളൊരു അജണ്ടയോട് കൂടിയാണ് തലേ ദിവസം ചില ആളുകൾ കമ്മിറ്റി കൂടി തീരുമാനവുമായി ഇന്ന ആളുകളെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ ഉൾപ്പെടെ ഉള്ളവരെ ചില ആളുകളെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപനം നടത്തി പോവുകയാണ് ചെയ്തത്. പക്ഷേ അന്ന് അവിടെ പറഞ്ഞത് സിജോയ് വർഗീസ് പറഞ്ഞൊരു കാര്യം, അൺപാർലമെൻ്ററി ആയിട്ട് സംസാരിച്ചത് ലക്ഷ്മിപ്രിയ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഓഗസ്റ്റ് 15 ആദ്യ കമ്മിറ്റി മുതലുള്ള സാധനം പരിശോധിക്കണം എന്ന് വെച്ചാൽ ആ കമ്മിറ്റിയിൽ അൺപാർലമെൻ്ററി ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് സംസാരിച്ചിട്ടുണ്ട്. 4 മീറ്റിങ്ങിൽ സംസാരിച്ചത്. 4ാമത്തെ മീറ്റിങ്ങിൽ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് മീറ്റിംഗ് ആരംഭിച്ചതെന്നും സുജോയ് പറഞ്ഞു. അപ്പം അതുൾപ്പെടെ പരിശോധിക്കണം, അതുൾപ്പെടെ അന്വേഷിക്കണം അന്ന് തന്നെ പറഞ്ഞു. ആ നിലപാടിൽ തന്നെയാണ് സുജോയ് ഉൾപ്പെടെ ഉള്ളവർ ഇപ്പോഴും നിൽക്കുന്നത്. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരൻ്റെ അധ്യക്ഷതയിൽ തന്നെയാണ് ഇന്നും കാര്യങ്ങൾ പോയത്. പക്ഷേ ഇന്ന് കണക്കുകൾ അവതരിപ്പിക്കാണ്ട് എനിക്ക് തോന്നുന്നു 2 കോടിയോളം രൂപയാണ് കുടുംബസംഗമത്തിൽ നിന്നും വന്നത്. അതിൽ എല്ലാവരും പണം നൽകിയിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് OTT എടുത്തവർ മാത്രം പകുതി പൈസ നൽകിയിട്ടുള്ളൂ. 1 കോടി രൂപയ്ക്കാണ് എടുത്തത്. അതിൽ 50 ലക്ഷം രൂപ നൽകാനുണ്ട്. ബാക്കി കണക്കുകളൊക്കെ അവതരിപ്പിച്ചു. 70-80 ലക്ഷത്തോളം, 70 ലക്ഷത്തിന് താഴെയാണ് ചിലവുള്ള. ബാക്കി പൈസ ഒക്കെ അക്കൗണ്ടിലുണ്ട് എന്നാണ് അവതരിപ്പിച്ചത്. എന്നാൽ വലിയ ചിലവുകളൊക്കെ കാണിക്കാതൊക്കെ പോയി. അതിൻ്റെ ഒരു തർക്കങ്ങളൊക്കെ ഉണ്ടായി. അതിലേറ്റവും വലിയ ചിലവും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. പല ആളുകൾക്കും പൈസ കൊടുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. പൈസ കൊടുത്തെങ്കിലും അതിനെക്കുറിച്ചുള്ള ചർച്ച ഗംഭീരമായിട്ട് നടന്നു. അതിൽ സ്റ്റീഫൻ ദേവസ്യയ്ക്ക് 15 ലക്ഷം രൂപയാണ് പറഞ്ഞത്. അത് 11 ലക്ഷം രൂപ സമ്മതിച്ചു. അതിനെക്കുറിച്ചുള്ള ഒരു തർക്കമായിരുന്നു അവിടെ നടന്നത്. കൂടുതലും തർക്കം, അതെന്തിനാണ് അത്രയും പൈസ കൊടുക്കുന്നത്. പക്ഷേ ഇതെല്ലാം മെയിലായിട്ട് ഇന്ന എമൗണ്ടാണ്, ഇത്ര എമൗണ്ട്, ഇതെല്ലാം സമ്മതിച്ചതിന് ശേഷം വീണ്ടും തർക്കം വരുന്ന ഒരു നിലയിലേക്ക് പോയി. അതാണ് ഏറ്റവും വലിയ തർക്കത്തിലേക്ക് പോവുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഒരു മ്യൂസിക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പാട് അവർക്ക് അറിയില്ലാത്തതുകൊണ്ട് മ്യൂസിക് ഉണ്ടാകും. കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു, ഈ വർഷവും അങ്ങനെ തന്നെയാണ് എന്നാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ മ്യൂസിക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ജോയ് മാത്യു പറഞ്ഞു, ഇത് ഒരു പ്രോഗ്രാമിന് മ്യൂസിക് ഉണ്ടാക്കുമ്പോൾ ആ മ്യൂസിക് അമ്മയുടെ അസറ്റായി മാറിയിരിക്കുകയാണെന്ന് ജോയ് മാത്യു പറഞ്ഞു. അതുകൊണ്ട് ആ എമൗണ്ട് കൊടുക്കേണ്ട എതിർപ്പൊന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. അത് അമ്മയ്ക്കുള്ളതാണ്. ആ മ്യൂസിക് ഇനി കാലാകാലം അമ്മയുടെയാണ് എന്ന നിലയിലേക്ക് തന്നെയാണ്. അത് അമ്മ പൈസ കൊടുത്തുകൊണ്ട് അമ്മയ്ക്ക് തന്നെയാണുള്ളത് എന്ന അവകാശം ജോയ് മാത്യു വാദിച്ചു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അങ്ങനെ ജോയ് മാത്യു അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി. ടിനി ടോമിൻ്റെ നിലപാട്, കൈലാഷിൻ്റെ നിലപാട്, സിജോയുടെ നിലപാടൊക്കെ വ്യക്തമാക്കി. ഇവിടെയൊക്കെയാണ് ടിനി ടോം ഇതിനു മുമ്പ് മറ്റൊരു ഏജൻസിയുടെ കാര്യങ്ങൾ അവിടെ സംസാരിക്കുകയുണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പസാറോ എന്ന് പറഞ്ഞ ഏജൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് മോശമായിട്ട് സംസാരമുണ്ടായി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിനെക്കുറിച്ച് നീനാക്കുറുപ്പ് മോശമായിട്ട് സംസാരിച്ചു. പക്ഷേ ആ സംസാരിച്ച നീനാക്കുറുപ്പിൻ്റെ സംസാരത്തിൽ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ എടുത്തിട്ട് കൃത്യമായി തന്നെ വീണ്ടും ടിനി ടോമിയുടെ സംസാരമുണ്ട്. അതോടുകൂടി നീനാക്കുറുപ്പ് ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാതെ പോയി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഭക്ഷണം കഴിക്കാതെ പോയി. വീണ്ടും അവിടെ തിരിച്ചു കയറുന്നു. അപ്പോൾ ഇടയ്ക്ക് പോകുന്നു, ഇടയ്ക്ക് വരുന്നത്. അത് അവിടെ ചോദിക്കാൻ പോലും കമ്മിറ്റിയിൽ ആളില്ലായിരുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെയാണ് അൻസുബായുമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ വിഷയമാണ് ഇതിൻ്റെ അവിടുത്തെ ഓഡിയോ വീഡിയോ എന്ന് വെച്ചാൽ ഒരേ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയത് സനലാണ്. സനൽ എന്ന് വെച്ചാൽ സരയുവിൻ്റെ ഹസ്ബൻഡാണ്, ഭർത്താവാണ്. അതിന് പൈസ കൊടുത്ത കാര്യത്തെക്കുറിച്ച് അവിടെ എതിർപ്പ് പറയുന്നു. അത് 2 ലക്ഷമാണ് പറഞ്ഞത്, പിന്നെ 2.5 ലക്ഷം. അങ്ങനെ അത്രമാത്രം കഷ്ടപ്പെട്ട് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാം കൃത്യമായിട്ട് ഓരോന്നുണ്ടാക്കുമ്പോഴും സെക്രട്ടറിയെ കാണിച്ചതിന് ശേഷം അതൊരു പ്രോഗ്രാം ഡയറക്ടറിനെ അല്ല, സെക്രട്ടറി കണ്ടിട്ട് സാങ്ഷൻ തരുള്ളൂ എന്ന് പറയുന്ന നിലയിലേക്ക് പോയി. അങ്ങനെ സെക്രട്ടറി കണ്ടതാണ്. പിന്നീട് ഈ പൈസയെക്കുറിച്ച് ഇവർ തർക്കങ്ങൾ വരുന്നു. സരയുടെ ഹസ്ബൻഡായതുകൊണ്ട് അൻസിബ പറഞ്ഞു എന്നാണ്, ഇവിടുത്തെ പണമെടുത്ത് ഇവിടെയുള്ള അംഗത്തിൻ്റെ ഭർത്താവിന് വെറുതെ കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ വാക്കുതർക്കമുണ്ടായി. സരയു കരയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയി. പിന്നീട് അൻസിബ അവിടെ നിന്നും പ്രസിഡന്റ് സംസാരിച്ചുകൊണ്ടിരിക്കും. അതാണ് പ്രസിഡന്റ് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിപ്പം ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. നോയമ്പാണ്, എനിക്ക് പോകണമെന്ന് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ ആ പ്രസിഡന്റ് സംസാരിക്കുമ്പോൾ ഇറങ്ങിപ്പോയത് ശരിയായില്ല എന്ന നിലയിലേക്കും അവിടെ സംസാരമുണ്ടായിട്ടുണ്ട്. ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഓഡിയോ ചോർന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന കാര്യത്തിൽ പറഞ്ഞപ്പോഴാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം പറഞ്ഞത്. 17 പേരുടെ ഫോൺ ഇവിടെ തന്നാൽ മതി, അത് നമുക്ക് അന്വേഷിക്കാൻ തുടങ്ങും. അപ്പം ലക്ഷ്മിപ്രിയ പറഞ്ഞു, ഈ ഓഡിയോ സെക്രട്ടറിയുടെ ഉൾപ്പെടെ ഓഡിയോ പോയ ഒരു യൂട്യൂബ് ചാനലാണ്,
അദ്ദേഹത്തിൻ്റെ ഫോൺ മേടിച്ച് പരിശോധിച്ച് ഇത് ആരാ അയച്ചു തന്നെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുമെന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞു. അത് കണ്ടപ്പോൾ അവിടെ കൂട്ടച്ചിരിയാണ്. കാരണം സത്യസന്ധമായി 17 പേരിൽ ഒരാൾക്കല്ല അയച്ചു കൊടുത്തു. അയാളുടെ ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ ആ ഫോൺ മേടിച്ചാൽ അന്വേഷിക്കാൻ പറ്റും എന്നുള്ള നിലയിൽ ഇപ്പോൾ എനിക്ക് അയച്ചു തന്നെങ്കിൽ എൻ്റെ ഫോൺ മേടിച്ചാൽ മതി. എനിക്ക് അങ്ങനെ ഒരു ഓഡിയോ കിട്ടിയിട്ടില്ല, ഞാൻ ഓഡിയോ വാർത്ത ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരം ഒരു കാര്യം ലക്ഷ്മിപ്രിയ അവിടെ അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇന്നും ലക്ഷ്മിപ്രിയ പുറത്താക്കുക എന്നൊരു അജണ്ടയായിരുന്നു അവരുടെ മുമ്പിലുണ്ടായിരുന്നത്. പക്ഷേ തുടക്കം മുതൽ തന്നെ അജണ്ട പാളി എന്നതാണ് ഏറ്റവും വാസ്തവമായ കാര്യം. പിന്നീട് കമ്മിറ്റി രൂപീകരിച്ചു. കഴിഞ്ഞ തവണ കമ്മിറ്റി ആശാ അരവിന്ദ് ഉൾപ്പെടെയുള്ള കമ്മിറ്റി, ആശാ അരവിന്ദ്, സന്തോഷ് കീഴാറ്റൂർ, കുക്കു, അതോടൊപ്പം കുഞ്ചൻ ചേട്ടൻ, ബിജു പപ്പു, ഇങ്ങനെയുള്ളൊരു കമ്മിറ്റിയാണ്. പിന്നെ അഡ്വക്കേറ്റുമാർ വെച്ചാൽ ആ കമ്മിറ്റിയിൽ നിന്ന് ഇപ്പോൾ ആശാ അരവിന്ദ് ഒഴിവാകുന്നു. ആശാ അരവിന്ദ് പറഞ്ഞു എനിക്ക് കമ്മിറ്റിയിൽ ഇരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് പുതിയ കമ്മിറ്റി വന്നു. ഉണ്ണി ശിവപാൽ, അഞ്ജലി, സന്തോഷ് കീഴാറ്റൂർ, ബിജു പപ്പൻ, അമ്പിളി എന്ന് പറഞ്ഞ ഈ കമ്മിറ്റിയിലുള്ള ഈ മെമ്പറായ ഒരു അഡ്വക്കേറ്റ് കുഞ്ചൻ ചേട്ടൻ പറഞ്ഞു എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ആശാ അരവിന്ദ് ഒഴിവാകുന്നു. ഉണ്ണി ശിവപാൽ പറയുന്നു എനിക്കിതിനകത്ത് താല്പര്യമില്ല, അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഈ കമ്മിറ്റിയിൽ ഇരിക്കാൻ പോലും താല്പര്യമില്ലാത്തവരാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് സത്യാവസ്ഥ എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് നീനാക്കുറുപ്പിന് എതിരാകുകയും ചെയ്യലെന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത് അത് ലക്ഷ്മിപ്രിയയ്ക്ക് എതിരാവുകയാണ്. പക്ഷേ സത്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അവർക്ക് കമ്മിറ്റിയിൽ ഇരിക്കാനും പറ്റുന്നില്ല. അങ്ങനെ കമ്മിറ്റിയിൽ ഇരിക്കാൻ പോലും, ഒരു അന്വേഷണ കമ്മിറ്റിയിൽ ഇരിക്കാൻ പോലും ആളുകൾ തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും വാസ്തവമായ സംഭവം എന്ന കാര്യത്തിൽ ഒരു മാറ്റമില്ല. അതോടൊപ്പം തന്നെ ഒരു ഇഫ്താർ സംഗമം നടത്താൻ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് സിജോയും ടിനിയും കൈലാഷുമാണ് അതിൻ്റെ ചാർജ്. അവരൊരു ഇഫ്താർ സംഘം, അപ്പോൾ ഇഫ്താർ സംഘം പൈസ മുടക്കണമെന്ന് ഒരു ചോദ്യം വന്നു. പൈസ മുടക്കാതെ തന്നെ ഇഫ്താർ സംഘം നടത്തി തരാമെന്ന് ഇവർ പറയുകയുണ്ടായിട്ടുണ്ട്. അത്തരം ഒരു കാര്യങ്ങളാണ് ഇന്ന് നടന്നിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലവിലെ സാഹചര്യത്തിൽ ലക്ഷ്മിപ്രിയയുടെ ഓഡിയോയും ഉൾപ്പെടെ ചോർന്നത് അന്വേഷിക്കണമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതോടൊപ്പം ആദ്യമേ ടിനി ടോമിൻ്റെ ഒരു വാട്സാപ്പ് ടൈപ്പ് ചെയ്ത് വാട്സാപ്പ് അന്വേഷിച്ചു. ഈ ഷോയ്ക്ക് ഇവരെ കയറ്റിയില്ല, ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ കണ്ണീരുണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് ടിനി ടോം ഒരു വാട്സാപ്പിൽ ഇവരെ 17 പേരുള്ള ഗ്രൂപ്പിൽ അയച്ചിരുന്നു. അന്ന് ടിനി ടോം ഇതാരാണ് ചോർത്തി കൊടുത്തത് എന്ന് അറിയണമെന്ന് എന്നൊരാവശ്യം ഉന്നയിച്ചു. അതും അന്വേഷിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ശ്വേതാമേനോനായിട്ട് ടിനി ടോം സംസാരിച്ചു. ഇത് അന്ന് കുടുംബസംഗമം നടന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ ഉൾപ്പെടെ സ്റ്റേജിൽ വിളിച്ച് അനുമോദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ശ്വേത വിളിച്ചില്ല എന്നുള്ളൊരു സാധനം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ഇന്നലെ കൂടിയ യോഗം അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. അവസാനിക്കുമ്പോഴും ഒരു കാര്യം മാത്രം ഉറപ്പാണ്, നിലവിൽ ഒരു കാര്യത്തിനും ഒരു തീരുമാനമുണ്ടാകാതെ തന്നെയാണ് എക്സിക്യൂട്ടീവ് യോഗം അവസാനിപ്പിച്ചിരിക്കുന്നത്. ആരുടെതിരെയും നടപടിയെടുക്കാനുള്ള ഒരു ആർജവമോ ആർക്കെതിരെയുള്ള അന്വേഷണത്തിന് പോകാൻ ഒരു ആർജവം ഈ കമ്മിറ്റിക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.